നോമ്പുകാലമല്ലേ, നമ്മൾ ഇച്ചിരി നേരമെങ്കിലും ഈശോയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിക്കാറുണ്ടോ? ദിവസം അരമണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ടോ? രോഗികളെ ശുശ്രൂഷിക്കാറുണ്ടോ? പാവങ്ങളെ സഹായിക്കാറുണ്ടോ? ശാരീരികമായി മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യാറുണ്ടോ? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ യെസ്സാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുകയില്ലേ? ഇവിടെയാണ് എനിക്ക് കൃപാസനവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഞാൻ പറയുന്നത്. കൃപാസനം കൃപയുടെ വാസസ്ഥലം. അവിടെ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, മാതാവുമായിട്ടുള്ള ഉടമ്പടി. എന്താണത്? മാതാവ് മറ്റുള്ളവരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അവൻ എന്താ പറഞ്ഞത്? മറ്റുള്ളവരെ നിന്നെപ്പോലെ കണ്ട് സ്നേഹിക്കാൻ, അവർക്ക് നന്മ ചെയ്യാൻ, അവർ സാമ്പത്തികമായി സഹായിക്കാൻ, ശാരീരികമായി സഹായിക്കാൻ, ഈശോയുടെ ഒപ്പമായിരിക്കാൻ, ഉപവസിക്കാൻ, ഈശോയുടെ വചനം ധ്യാനിക്കാൻ, വായിക്കാൻ. തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു എന്നുള്ളത് ഈശോ തന്നെയാണ് വായിച്ച് പറയുന്നത്. അപ്പോൾ ബൈബിൾ വായിക്കാൻ, ഇതെല്ലാം ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ നിർബന്ധ ബുദ്ധിയാ ഈ ഒരു ശീലത്തിലേക്ക് വരും. ഇതില്ലാതെ നമുക്ക് സ്വയമായി ഇവയെല്ലാം ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ നമ്മൾ എന്തിനു ഉടമ്പടി എടുക്കണേ? പക്ഷെ അങ്ങനെ സാധിക്കുന്ന എത്ര പേർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്? അവിടെ അച്ഛനും അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവരും മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി ആത്മീയമായും നമ്മുടെ ജീവിതത്തിലെ ഓരോ വിജയങ്ങൾ കൈവരിക്കുന്നതിനായും ഈശോയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലൂടെ നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയും. ഈ ഒരു സന്ദർഭത്തെ നമുക്ക് തികച്ചും തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞത് തന്നെ, ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ സത്യം ഗ്രഹിക്കുകയില്ലേ? സത്യം ഗ്രഹിക്കുന്ന ഈശോ നമ്മൾ കളവാണ് ചെയ്യുന്നത്, നുണയാണ് പറയുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മളെ ആരാണ് സഹായിക്കുക? ലോകമെങ്ങും തിന്മ വിളഞ്ഞ് നിറഞ്ഞ് ആടുമ്പോൾ ഈശോയുടെ ഒപ്പമായിരിക്കാൻ ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.